വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ആ നസീറിനെ കാണാതായ കാര്യങ്ങളൊക്കെ ശാലിനിയും വിഷ്ണുവും കൂടി മുറ്റത്തുനിന്ന് സംസാരിക്കുകയാണ്. പുറകിൽ സത്യയും പപ്പിയൊക്കെ അവിടെ നിന്ന് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. അന്നേരം ഇനി പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, പക്ഷേ അതിലൊരു ചതി വരും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം നസീറിന് എന്ത് സംഭവിച്ചു എന്നാണ് വിഷ്ണുവേട്ടൻ പറയുന്നത്, എന്ത് ചതി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ചതിക്കുള്ള ഉത്തരത്തിൻ്റെ ഒടുവിൽ പോലീസ് അന്വേഷിച്ച് വരുന്നത് കുടുംബശ്രീ വീട്ടിലേക്കായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് അന്ന് ആ ഒരു രാത്രി നസീർ അവിടെ വന്നിരുന്നു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നുള്ളത് അവിടെ വിഷ്ണു സംശയിക്കുന്നുണ്ട്. ആ ഒരു സംശയമാണ് ശാലിനിയോട് പറയുന്നത്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ അനൂപ് എത്തുന്നുണ്ട് നൂറിനെ കൊണ്ടുപോകാനായിട്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, രാത്രി ഇവിടെ നസീർ വന്ന കാര്യമാണെങ്കിൽ ഒരു കാരണവശാലും അനൂപിനോട് പറയരുതെന്നിങ്ങനെ പറയുമ്പോൾ അത് അപ്പുറത്തുനിന്ന് ശാരിയ കേൾക്കുന്നുണ്ട്. നൂറത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം നൂറിനെയും കൊണ്ട് അനൂപ് കാറിൽ പോവുകയാണ്. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഹമീദിനെയും കൂട്ടിക്കൊണ്ട് അബൂബക്കർ ആണെങ്കിൽ അവിടെ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം തുടർന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഗോപാലകൃഷ്ണനോടാണ് ചോദിക്കുന്നതൊക്കെ. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നു എന്ന് തോന്നുന്നു, അനൂപ് വന്ന് കൊണ്ടുപോയി എന്നുള്ളത്. പോലീസ് ഒന്ന് ചോദിക്കുമ്പോൾ പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ലല്ലോ. അങ്ങനെ പറയുന്നു തോന്നിക്കുന്നു, അത് കാണിക്കുന്നില്ല. പക്ഷെ അവരോട് സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം റോഡിൽ വെച്ച് ഈ അനൂപിൻ്റെ കാറാണെങ്കിൽ പോലീസ് വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് നിർത്തുകയാണ്. അതിനുശേഷം അതിൽ നിന്ന് നൂറും അനൂപും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അന്നേരം അവിടെ വെച്ച് ബലമായിട്ട് അബൂബക്കർ നൂറിനെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം, പിടിച്ചുകൊണ്ട് പോകാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. പക്ഷേ ആ ഒരു സ്പോട്ടിൽ തന്നെ ശാലിനിയും വിഷ്ണുവും കൂടി കാറിലെത്തുന്നുണ്ട്. അന്നേരം അബൂബക്കർ ഇങ്ങനെ നൂറിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അന്നേരം ശാലിനി ദേഷ്യപ്പെടുന്നുണ്ട് അബൂബക്കറിനോട്, വേണ്ട വിടടോ അവളുടെ കയ്യിൽ നിന്നും എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഒരു ദേഷിച്ചു ജില്ലാ കളക്ടർ പറയുമ്പോൾ അബൂബക്കറിൻ്റെ കൈ ഇങ്ങനെ വിടുന്നുണ്ട്. അതിനുശേഷം ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അവരെ ഹമീദിൻ്റെ സഹായത്തോടു കൂടി പിന്നെ നൂറിനെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ അനൂപിനെ തടയാനായിട്ട് കഴിയുന്നില്ല. അനൂപ് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു കറക്റ്റ് സമയത്ത് ശാലിനി എത്തുന്നുണ്ട്. അതിനുശേഷം അതിൽ ഇടപെടുന്നുണ്ട്. ഇത്രയുമാണ് പ്രമോ സീനിൽ കാണിക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ട് അനൂപിൻ്റെ ഭാര്യയാണല്ലോ നൂറ്. അപ്പോൾ അനൂപിനെ കൊണ്ടുപോകാനുള്ള ആ ഒരു നിയമവശം അവിടെ ഉണ്ട്. അപ്പോൾ ഇനി പോലീസ് വന്നിട്ടും കഥയില്ല എന്നുള്ളത് ശാലിനി അവിടെ പ്രാബല്യത്തിൽ പ്രവർത്തിച്ച് കാണിക്കുമായിരിക്കും. എന്താണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് ഇനി നോക്കാം. നസീറിൻ്റെ കൊലപാതകം കണ്ടുപിടിക്കുമോ? എന്തായാലും കണ്ടുപിടിക്കും. പക്ഷേ അതിൽ ഗോപാലകൃഷ്ണൻ കുറ്റക്കാരായിട്ട് വരികയും ചെയ്യും. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.